എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയുടെ ട്രെയിലറിനെതിരെ രാജ്യവ്യാപകമായി ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിച്ച് സിനിമയുടെ നിർമ്മാതാവും സഹ എഴുത്തുകാരനുമായ വിപുൽ അമൃത്ലാൽ ഷാ രംഗത്ത് വന്നു കഴിഞ്ഞു. 6-7 മാസം നീണ്ട റിസർച്ചിന്റെ ഉൽപ്പന്നമാണത്രേ സിനിമ. ഏത് പട്ടിണി കിടന്ന് ചത്താലും ബീഫ് കഴിക്കില്ലെന്ന് പറഞ്ഞ് പാത്രം ചവിട്ടിത്തെറിപ്പിക്കുന്ന പെൺകുട്ടിയെ പിന്നെ അവളുടെ ഭർത്താവും കുടുംബവും ചേർന്ന് വായിൽ ബീഫ് കുത്തിക്കയറ്റുന്ന രംഗമൊക്കെ 6-7 മാസം ഗവേഷണം നടത്തി നിത്യജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത രംഗമാണത്രേ. കേരളത്തെക്കുറിച്ച് സംഘപരിവാറുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കഥകൾക്ക് ചലച്ചിത്ര ഭാഷ്യം നൽകിയാൽ ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്തുവാരാമെന്ന് തെളിയിച്ച ചിത്രമാണ് ആദ്യത്തെ കേരള സ്റ്റോറി. ആ വാട്സപ്പ് സന്ദേശങ്ങളെല്ലാം കുത്തിയിരുന്ന് വായിക്കുന്ന ഏർപ്പാടിന്റെ പേരാണോ ഈ റിസർച്ച് എന്ന് പറയുന്നത്? സിനിമയുടെ ടാഗ് ലൈൻ ഇതാണ്: ബിഫോർ യുവർ ഡോട്ടർ ബിക്കംസ് ദെയർ നെക്സ്റ്റ് ടാർഗറ്റ്. നിങ്ങളുടെ മകൾ അവരുടെ അടുത്ത ഇരയാകുന്നതിന് മുമ്പ്. അതാണ് കേരള സ്റ്റോറി 2-ന്റെ മുന്നറിയിപ്പ്. സത്യത്തിൽ ഇത് അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ്. ദെയർ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞത് മനസ്സിലാക്കാം. ഈ ദെയർ എന്ന് പറഞ്ഞാൽ അവർ, അപരന്മാർ, മുസ്ലിങ്ങൾ, അവരെ കുറിച്ചാണ് സൂചന. മറുവശത്ത് അവരാണെങ്കിൽ ഇപ്പുറത്ത് ആരാകണം? നമ്മളാവണ്ടേ? നമ്മൾ എന്നല്ലേ പറയേണ്ടത്? അതല്ലേ ഇവിടെ പ്രയോഗിക്കേണ്ട സർവനാമം? പക്ഷെ അങ്ങനെയല്ല സിനിമാ നിർമ്മാതാക്കൾ തീരുമാനിച്ചത്. ദേറിന്റെ മറുവശത്ത് യുവറാണ്. നിങ്ങളുടെ കുട്ടികൾ അവരുടെ ഇരകളാകരുത് എന്നാണ് 6-7 മാസത്തെ റിസർച്ചിന് ശേഷം നിർമ്മിച്ച സിനിമ നൽകുന്ന മുന്നറിയിപ്പ്. ഇവിടെ നിങ്ങൾ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഈ സിനിമ കാണുന്നവരെയാണോ കവി ഉദ്ദേശിച്ചത്? അങ്ങനെ എടുത്തു ചോദിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ട്രെയിലറിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇനി ഉയർന്ന ജാതിക്കാരെയാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നൊരു ഡയലോഗുണ്ട്. ബ്രാഹ്മണ പെൺകുട്ടികളെ കൊടുത്താൽ 1.2 മില്യൺ കിട്ടുമത്രേ. യുവർ ഡോട്ടർ ബിക്കംസ് ദെയർ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന ടാഗ് ലൈനിൽ പറയുന്ന യുവർ, ഈ പറയുന്ന ഉയർന്ന ജാതിക്കാരാണോ സിനിമയിൽ ഈ സൂചിപ്പിച്ച, ഈ ട്രെയിലറിലെ സംഭാഷണ ശകലത്തിൽ കാണുന്ന ആ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ മാത്രം ജാഗ്രത പാലിച്ചാൽ മതിയെന്നാണോ ഈ സിനിമ നൽകുന്ന സന്ദേശം? ബാക്കി ജാതിക്കാരെയെല്ലാം അവർ എന്ന് പറയുന്നവർ വശത്താക്കി കഴിഞ്ഞു? അതോ ആ വിഭാഗത്തിൽ ഇനി മാറ്റാൻ ആരുമില്ലെന്നാണോ? യുവർ, ദെയർ, അവർ എന്നൊക്കെ പറയുന്നത് വെറും പ്രോനൗൺ ആണെന്നും പറഞ്ഞ് സിനിമ കാണാനിരിക്കരുത്. 6-7 മാസം റിസർച്ച് നടത്തി അതിസൂക്ഷ്മതയോടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. സൂചന മനസ്സിലാക്കി സിനിമ കണ്ടില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതിഗഹനമായ റിസർച്ചിനൊടുവിൽ രൂപം നൽകിയ ട്രെയിലർ കണ്ടവരുടെ ഒക്കെ മുക്തകണ്ഠമായ പ്രശംസ ഏറ്റുവാങ്ങിയ ആ രംഗമില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ രംഗം? പട്ടിണി കിടന്ന് ചത്താലും ബീഫ് കഴിക്കില്ലെന്ന് വാശി പിടിക്കുന്ന, ബീഫ് വിളമ്പിയ പാത്രം ചവിട്ടിത്തെറിപ്പിക്കുന്ന, ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്ന ഹിന്ദു പെൺകുട്ടിയുടെ മൂക്ക് പൊത്തിപ്പിടിച്ച് പശുവിന് മരുന്ന് കൊടുക്കും പോലെ ബീഫ് തള്ളിക്കയറ്റുന്ന ആ രംഗം, വിഖ്യാതമായ ആ രംഗം. സ്ക്രിപ്റ്റിംഗ് ബ്രില്യൻസും ഡയറക്ടേഴ്സ് ബ്രില്യൻസും ആക്ടിംഗ് ബ്രില്യൻസും ഒക്കെ ഇത്ര സമഞ്ജസമായി സമ്മേളിച്ച മറ്റൊരു രംഗമുണ്ടോ ലോക സിനിമയിൽ? നാം സംശയിച്ചു പോകും. ലാലേട്ടന്റെ വിരലുകൾ പോലും അഭിനയിക്കുമെന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്നവർ ഈ സീനിൽ അഭിനയിക്കുന്നവരുടെ വിരലുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ലാലേട്ടന്റെ വിരലൊക്കെ വിരലാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. ഈ ട്രെയിലറിൽ എത്ര കണ്ടാലും മതിവരാത്തൊരു രംഗമാണത്. ഹിന്ദു പെൺകുട്ടിയുടെ മൂക്ക് പൊത്തിപ്പിടിച്ചാണ് അവളുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്നത്. എന്തിനാണ് മൂക്ക് പൊത്തിപ്പിടിച്ചിരിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ആ തള്ളിക്കയറ്റുന്ന ബീഫിൽ നിന്ന് എരിവിന്റെ ഒരു തുള്ളി പ്രണയിനിയുടെ മൂക്കിലെങ്ങാനും കയറിയാലോ അവളുടെ അണ്ടകടാഹം വരെ നീറിയെരിയും. ഏത് കാമുകനാണ്, ഏത് ഭർത്താവിനാണ് അത് സഹിക്കാൻ കഴിയുക? ഇനി ആരാണ് അവളുടെ വായിലേക്ക് ബീഫ് തള്ളിക്കയറ്റുന്നത്? കാമുകന്റെ മാതാവും സഹോദരിമാരും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അമ്മായിയമ്മയും നാത്തൂനും ഒക്കെ കണക്ക് തന്നെ. ഉറപ്പായും ആ തള്ളിക്കയറ്റുന്ന ബീഫിൽ ഒരു കഷണം അവർ മരുമകളുടെ മൂക്കിലേക്കും തിരികെ വെക്കും. 3 തരമാണത്. അത് ദീർഘദർശനം ചെയ്യുന്ന കാമുകൻ എത്ര യാഥാർത്ഥ്യ ബോധമുള്ളവനാണ്! അവന്റെ കരുതൽ എത്ര കരുണാമയമാണ്, പ്രണയഭരിതമാണ്! ആലോചിച്ചു നോക്കൂ. എരിവുള്ള ബീഫ് കാമുകിയുടെ വായിലേക്ക് നിർബന്ധപൂർവ്വം തള്ളിക്കയറ്റുമ്പോഴും അവരുടെ മൂക്ക് പൊത്തിപ്പിടിക്കാൻ കാമുകൻ കാണിക്കുന്ന ഒരു കരുതലുണ്ടല്ലോ. ആ കരുതലിൽ ലോകത്തിന്നോളം ഉണ്ടായ സകല പ്രണയ രംഗങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന ഒരു ചാരുതയുണ്ട്. പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ കിടന്ന് കുന്തളിക്കുന്ന ചലച്ചിത്ര നിരൂപകർ കണ്ടുപഠിക്കേണ്ട രംഗമാണിത്. ഇതാണ് യഥാർത്ഥ ഡയറക്ടേഴ്സ് ബ്രില്യൻസ്. 7 മാസമല്ല 700 കൊല്ലം ഗവേഷണം നടത്തിയാലും ഇതുപോലൊരു പ്രണയരംഗം ചിത്രീകരിക്കാൻ കേരളത്തിലെ ഏതു സംവിധായകനാണ് കഴിയുക? ഇതൊക്കെ പറയുമ്പോഴും ആ കഥയ്ക്കൊരു പ്രശ്നമില്ല എന്നൊരു ശങ്കയുണ്ട്. അതുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പ്രണയം നടിച്ച് സമീപിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ കുതന്ത്രങ്ങളും ഗൂഢലക്ഷ്യങ്ങളും ഒട്ടുമേ തിരിച്ചറിയാത്ത അല്പബുദ്ധികളാണ് ഹിന്ദു പെൺകുട്ടികൾ എന്നല്ലേ യഥാർത്ഥത്തിൽ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്? ഒരു ചിന്താശക്തിയും വിവേചന ബുദ്ധിയും ഇല്ലാത്തവരാണ് ഹിന്ദു പെൺകുട്ടികൾ. അവരെ വളയ്ക്കാനും വശംവദരാക്കാനും എളുപ്പമാണ്, പ്രത്യേകിച്ച് ഉയർന്ന ജാതിയിലെ പെൺകുട്ടികളെ. അവരെ ബോധവൽക്കരിക്കാൻ വിപുൽ അമൃത്ലാൽ ഷായെ പോലുള്ളവർ 6-7 മാസം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഗവേഷണം നടത്തി സിനിമ എടുത്താലേ പറ്റൂ എന്നൊരു സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടെന്നല്ലേ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്? RSS ശാഖകളും സംഘപരിവാറുകാരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും കൊണ്ട്
ഹിന്ദുക്കൾക്ക്, അതിൽ തന്നെ അപ്പർ കാസ്റ്റ് ഹിന്ദുക്കൾക്ക് ഒരു പ്രയോജനവുമില്ലെന്നാണ് വിപുൽ അമൃതലാൽ ഷാ ഈ സിനിമയിലൂടെ പറയുന്നത്. ട്രെയിലറിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യയെ 25 കൊല്ലം കഴിയുമ്പോൾ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന്, ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്ന രാജ്യമാകണമെന്ന്. തീവ്രവാദികൾക്ക് ഇങ്ങനെ ഒരു അജണ്ടയുണ്ടെന്ന് എത്രയോ കാലമായി വാട്സപ്പിലെ കേശവമാമന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മോദിയും അമിത്ഷായും NIA ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ഇത്രയും കാലം ഹിന്ദുക്കൾ കഴിഞ്ഞു വന്നത്. അങ്ങനെ ആശ്വസിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഈ സിനിമ പറയുന്നത്. സിനിമയിൽ കാണുന്ന മാതിരിയുള്ള താടി വെച്ച മുസ്ലിം കാരണവന്മാരും ഏതാനും ചുള്ളൻ ചെക്കന്മാരും ചേർന്ന് ഈ നാട്ടിൽ ലവ് ജിഹാദ് നടത്തി ഇസ്ലാമിക ഭരണം കൊണ്ടുവരുമെന്നും ഭാരതീയ ന്യായ സംഹിതയെടുത്ത് തോട്ടിലെറിഞ്ഞ് പകരം ശരീഅത്ത് നിയമം സ്ഥാപിക്കുമെന്നുമൊക്കെയാണ് ഈ സിനിമ മുന്നറിയിപ്പ് നൽകുന്നത്. മോദിയിലും അമിത്ഷായിലും പ്രതീക്ഷ അർപ്പിക്കുന്നവർ മണ്ടന്മാരാകുമെന്ന് തന്നെയാണ് വിപുൽ അമൃതലാൽ ഷാ ഈ സിനിമയിലൂടെ നൽകുന്ന മുന്നറിയിപ്പ്. വേറൊരു സംശയം കൂടി പറഞ്ഞോട്ടെ. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേശവൻ മാമന്മാരെ പിരിച്ചുവിട്ട് പകരം തന്നെ ദേശീയ കേശവൻ മാമനാക്കണം എന്നല്ലേ വിപുൽ അമൃതലാൽ ഷാ സത്യത്തിൽ ഈ സിനിമയിലൂടെ നൽകുന്ന സന്ദേശം? ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ കേശവമാമൻ, അതല്ലേ കേരള സ്റ്റോറി 2ന്റെ റിയൽ മെസ്സേജ്? പ്രിയമുള്ളവരെ, ന്യൂസ് ബുള്ളറ്റ് കേരളയെ സാമ്പത്തികമായി നിലനിർത്താൻ പ്രതിമാസം 100 രൂപ വീതം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട്. അക്കാര്യം പലവട്ടം സൂചിപ്പിച്ചത് പ്രിയ സുഹൃത്തുക്കൾ ഓർക്കുമല്ലോ. എല്ലാ മാസവും കൃത്യമായി ഓർമ്മിച്ച് ഈ തുക സംഭാവനയായി നൽകാൻ പലർക്കും കഴിയണമെന്നില്ല, പലരും അത് ഓർക്കണമെന്നില്ല. അവർക്ക് വേണ്ടി ഒരു ഓട്ടോ പേ സംവിധാനം ഉണ്ടാക്കണമെന്ന് പല സുഹൃത്തുക്കളും നിർദ്ദേശിച്ചിരുന്നു. ആ സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. nbkerala.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിന്റെ ലിങ്ക് കമന്റിൽ നൽകിയിട്ടുണ്ട്. സൈനപ്പ് പേജ് ആണ് ആദ്യം തുറക്കുക. അതിലെ വിവരങ്ങൾ നൽകിയ ശേഷം സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്നത് പോലൊരു പേജ് തുറക്കും. അതിൽ സബ്സ്ക്രൈബ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് തുറക്കും. അതിൽ UPI ID/മൊബൈൽ നമ്പർ എന്നൊരു കോളം ഉണ്ട്. ആ കോളത്തിൽ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക. എന്നിട്ട് പേ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പ് തുറക്കുക. അവിടെ ഓട്ടോ പേ റിക്വസ്റ്റ് ഉണ്ടാകും. അതിൽ അപ്രൂവ് ഓട്ടോ പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 1 വർഷത്തേക്കുള്ള ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ സബ്സ്ക്രിപ്ഷൻ എനേബിൾ ആകും. ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ലിങ്കിൽ ചെന്ന് 100 രൂപ പ്രതിമാസം നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.